ഹലോ. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങൾ ഇവിടെ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ 6ാമത്തെ പിറന്നാളാണ്. ഒരു വീട് വരുന്നത് ഇവിടെ അടുത്ത് കുന്നംകുളത്താണ് കേട്ടോ. അപ്പോൾ മോനൊക്കെ അതാ ഞാനിവിടെ ഒരുക്കി നിർത്തിയത് എൻ്റെ അമ്മയാണ്, പിന്നെ ഏട്ടൻ്റെ മോളാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് വിഷുവിന് വന്നതാണ്, പിന്നെ പോയിട്ടില്ല. അപ്പോൾ ശ്രീബിയായിട്ട് അവിടെ നിന്ന് വരാം, റെഡിയായി നിന്നോളാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അവരവിടെ ഉച്ചയ്ക്കുള്ള മീനിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയോട്, ഇവിടെ പേര് നീലാംബരി എന്നാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയോട് ഞാൻ ടാറ്റ പറയുമ്പോൾ ചിരിച്ച് കാണിക്കുകയാണ്. പിന്നെ ഇത് അച്ഛമ്മയാണ്, അച്ഛൻ്റെ അമ്മ. അപ്പോൾ അച്ഛമ്മോട് എല്ലാവരോടും ബായ് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പിന്നീട് വീഡിയോസ് എടുക്കേണ്ട കാര്യം മറക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ വരുന്ന വഴിക്ക് കേക്കും മിഠായിക്കും എടുക്കാണ്ടായിരുന്നു. ഒക്കെ എടുത്തിട്ട് വീട്ടിലെത്തി. ഇതാണ് അദ്വിക്ക്, ബർത്ത്ഡേ ബോയ് ആണ്. അപ്പോൾ അവൻ്റെ അടുത്തുള്ള 2 കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സെലിബ്രേഷന്. പിന്നെ ഞങ്ങളും പിന്നെ വീട്ടിലുള്ളവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ചേച്ചി, ചേട്ടനും ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് അവരവിടെ വാങ്ങിയ കേക്കാണ് കേട്ടോ. പിന്നെ വൈറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് കേക്ക് കട്ടിങ് കാര്യങ്ങൾ, സദ്യയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ആയിരുന്നു സദ്യയൊക്കെ ചേച്ചി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ പുത്രനെയും കൂടിയും അവിടെ കയറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് നല്ല ഹാപ്പിയിലാണ് നിൽക്കണം. കാരണം അവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കേക്ക് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ആരും വരാത്ത കാരണം കൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് അവർക്കും കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും മാമയൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവർ വരാത്ത കാരണം കൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനവിടെ ഫോണിൽ ടി വിയിൽ ഹാപ്പി ബർത്ത്ഡേ സോങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി മേശയുടെ അടിയിൽ കൂടെ കിടക്കുന്ന ബിരീഷേട്ടനെയാണ് ഇപ്പം നമ്മൾ കണ്ടത്. പിന്നെ ദേവൻ അവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും പ്ലേറ്റിൽ വെച്ചിട്ട് കൊടുക്കണമൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ അദ്വിക്കിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വക കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ റെഡ് കവറിൽ കാണുന്നത്. വാച്ചും പിന്നെ ലൈറ്റ് കത്തുന്ന പാണ്ട, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലേക്ക് കിടക്കുകയാണ്. ബിരീഷേട്ടൻ അവിടെ ഇലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യം അങ്ങനെ കുറച്ച് വിളമ്പി വെക്കും, മാറ്റി വെക്കാറുണ്ട്. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതേ പിള്ളേരേനൊക്കെ താഴ്ത്തിയിരുത്തി. അപ്പോൾ ശ്രീബിയായിട്ട് ആദ്യം താഴ്ത്തിയിരുന്നു, പിന്നെ ഞാൻ മേലെ മേശമിരിക്കുന്നുണ്ടപ്പോൾ മൂപ്പരും മേലേക്ക് കയറിയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു സദ്യക്കുണ്ടായ സംഭവങ്ങൾ, വിഭവങ്ങളൊക്കെ. സേമിയ പായസമായിരുന്നു. പിന്നെ ഷിയാനും ഇവിടെ നല്ല കോപ്പറേറ്റം കിട്ടുന്നുണ്ട്, വെറുതെ ഇരിക്കുകയാണ്. എൻ്റെ കഴിക്കലിന് ശേഷം അവനെ മേശമ്മയ്ക്ക് ഇരുത്തിയിട്ട് ഞാൻ വാരി കൊടുക്കുകയും ചെയ്ത് അവ ഒറ്റയ്ക്കൊന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല. പപ്പടം മാത്രം പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അവിടെ. അതിനുശേഷം വീഡിയോ എടുക്കാൻ വീണ്ടും മറന്നു. പിന്നെ ഞാൻ ഇറങ്ങണ നേരത്താണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങളിത് അവിടെ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചക്ക കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് കുറച്ച് ചക്കയൊക്കെ കാറിലിട്ടന്നു. ഇപ്പോൾ തെറ്റിപ്പോണ അദ്വിക്കിനെയാണ് നമ്മൾ കാണുന്നത്. വേറെ ഒന്നല്ല, കാറിൽ കയറി ഞങ്ങൾ കൂടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറക്കിയതിന് തെറ്റിയിട്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരോടും ബായ് പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച, കുഞ്ഞു ഞായറാഴ്ച ഇങ്ങനെയാണ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.